ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയുടെ വേളയ്ക്കായി നമ്മുടെ ദൈവത്തെ നമുക്ക് നന്ദിയോടെ മഹത്വപ്പെടുത്താം. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കർത്താവ് നമുക്ക് ദാനമായി തരികയും ഈ വേളയിൽ നമ്മുടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനായി നമ്മെ കൂട്ടിച്ചേർത്തിരിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ദയയ്ക്കായി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴ് ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ടിട്ടുള്ള വേറൊരു നാമവുമില്ല എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുവല്ലോ. ദൈവവചനം വായിക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്തു വരുന്നവർക്കറിയാം ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം. പ്രാർത്ഥിച്ച് അത്ഭുതങ്ങളെ പ്രവർത്തിച്ച കാരണത്താൽ, ദൈവത്തിൻ്റെ സുവിശേഷം പങ്കുവച്ച കാരണത്താൽ പത്രോസും യോഹന്നാനും പിടിച്ച് കാവലിൽ ആക്കപ്പെട്ട് അവരോട് പുരോഹിതന്മാർ ഏതു നാമത്തിലാണ്, ഏതു ശക്തിയിലാണ് നിങ്ങളിത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടിയിലുള്ളതാണിത്: മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴ് ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ടിട്ടുള്ള മറ്റൊരു നാമവുമില്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ. ഇതാണ് സുവിശേഷം. തടവിലാക്കപ്പെട്ടിട്ടും ധൈര്യത്തോടെ അവർ സുവിശേഷം പറഞ്ഞു തങ്ങളെ ചോദ്യം ചെയ്തവരോട്. ഇന്നിവിടെ ആയിരിക്കുന്ന നിങ്ങളിൽ വിരലിലെണ്ണാവുന്ന ചിലരൊഴികെ ബാക്കി എല്ലാവരും തന്നെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ട് ദൈവത്തെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മൾ എത്ര പേർ ഈ അനുകൂലമായ സാഹചര്യത്തിൽ മറ്റൊരുത്തനിലും രക്ഷയില്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ അല്ലാതെ എന്ന സത്യം വിളിച്ചു പറയുന്നു? പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ടവർ, ദൈവമക്കൾ പറയേണ്ട, മറ്റുള്ളവരോട് വിളിച്ചു ഘോഷിക്കേണ്ട ഒരു സത്യമാണ്: മറ്റൊരുത്തനിലും രക്ഷയില്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ അല്ലാതെ. ആ ക്രിസ്തുവിനെ ആരാധിക്കുന്ന നിങ്ങൾ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ രക്ഷിക്കപ്പെടാത്തവരോട്, ദൈവത്തെ അറിയാത്തവരോട് ധൈര്യത്തോടെ ആത്മാവിൽ നിറഞ്ഞു പറയണം: മറ്റൊരുത്തനിലും രക്ഷയില്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ അല്ലാതെ. ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ഈ സുവിശേഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ കർത്താവ് പ്രാപ്തരാക്കേണ്ടതിന് നമ്മെ തന്നെ ദൈവത്തിൻ്റെ തിരുക്കരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ജീവനോടെ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. മറ്റൊരുത്തനിലും രക്ഷയില്ലല്ലോ, നമുക്ക് രക്ഷയെ നൽകിയവനായ ദൈവത്തെ ജീവനോടെ മഹത്വപ്പെടുത്താം. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു പിതാവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ മുട്ടുകളെ മടക്കിയിരിക്കുന്ന ഈ വേളയിൽ കർത്താവേ, ഈ പുതിയ ദിനത്തിനായി, ഞങ്ങളുടെ കർത്താവിനെ ആരാധിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി കർത്താവ് ഞങ്ങൾക്കിത് ദാനമായി നൽകിയതോർത്ത് നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു പിതാവേ. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ കർത്താവിൻ്റെ കൃപയാൽ നിറയ്ക്കുമാറാകണമേ. ദൈവത്തിൻ്റെ ശക്തി പ്രവഹിക്കുമാറാകണമേ. ദൈവാത്മ ശക്തി വ്യാപരിക്കുമാറാകണമേ. ഉയരത്തിലെ ശക്തി പ്രവർത്തിക്കുമാറാകണമേ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ മുട്ടുകളെ മടക്കിയിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങൾക്കായി കാൽവറിയിൽ രക്തം ചിന്തി ഞങ്ങളെ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ മഹാകൃപയെ ഓർത്ത് നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു മാസ്റ്റർ, ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു മാസ്റ്റർ, ഹല്ലേലൂയ.
ரத்தம் சிந்தி என்னை வாங்கினீரே, உம் ஜீவன் தந்து என்னை மீட்டுக் கொண்டீர். நான் உந்தன் அடிமை, நீரந்தன் எஜமானர். நான் உந்தன் அடிமை, நீரந்தன் எஜமானர். உமக்கு பிரியமாய் நான் வாழுவேன், உமக்கு பிரியமாய் நான் வாழுவேன். ஹல்லேலூயா. ஆராதனை. ஹல்லேலூயா. ஆராதனை. ஹல்லேலூயா. ஆராதனை. ஹல்லேலூயா. ஆராதனை. ஹல்லேலூயா. ஆராதனை. ஹல்லேலூயா. ஆராதனை. நீரந்தன் ரட்சகர் என் இயேசுவே, நீரந்தன் நாயகர் என் நேசரே. நீரந்தன் ரட்சகர் என் இயேசுவே, நீரந்தன் நாயகர் என் நேசரே. நான் உந்தன் கண்மணி, நீரந்தன் கண்ணிமை. நான் உந்தன் கண்மணி, நீரந்தன் கண்ணிமை. உமக்கு பிரியமாய் நான் வாழுவேன், உமக்கு பிரியமாய் நான் வாழுவேன். ஹல்லேலூயா. ஆராதனை. ஹல்லேலூயா. ஆராதனை. ஹல்லேலூயா. ஆராதனை. ஹல்லேலூயா. ஆராதனை. ஹல்லேலூயா. ஆராதனை. ஹல்லேலூயா. ஆராதனை. நீரந்தன் சிருஷ்டிகர் என் தெய்வமே, நீர் என்னை படைத்தவர் என் தேவனே. நீரந்தன் சிருஷ்டிகர் என் தெய்வமே, நீர் என்னை படைத்தவர் என் தேவனே. நான் உந்தன் பிள்ளை, நீரந்தன் தந்தை. நான் உந்தன் பிள்ளை, நீரந்தன் தந்தை. உமக்கு பிரியமாய் நான் வாழுவேன், உமக்கு பிரியமாய் நான் வாழுவேன். ஹல்லேலூயா. ஆராதனை. ஹல்லேலூயா. ஆராதனை. ஹல்லேலூயா. ஆராதனை. ஹல்லேலூயா. ஆராதனை. Glory to Master. Hallelujah. 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 Praise the Lord. Glory to Master. Hallelujah. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. Glory to God. Glory to God. Glory to Master. Hallelujah.
Praise the Lord. Glory to Master. Hallelujah. പിതാവേ, അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ ഈ വീണ്ടെടുത്തിരിക്കുന്ന കർത്താവിൻ്റെ മഹാദയെ ഓർത്ത് നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു കർത്താവേ. Glory to God. Glory to God. Glory to Master. Hallelujah. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കാൽവരിയിലെ മരക്കുരിശിൽ ഞങ്ങൾക്കായി രക്തം ചിന്ത് യാഗമായി തീർന്ന് ഞങ്ങളെങ്കിൽ വീണ്ടെടുത്ത കൃപയ്ക്കായി നന്ദിയോട് ഞങ്ങളെങ്കിൽ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു പിതാവേ. Glory to God. Glory to Master. Hallelujah. Praise the Lord. Glory to God. Praise the Lord. Glory to Master. Hallelujah. നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. Glory to God. Glory to Master. Hallelujah. നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു പിതാവേ. അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിന്റെ ജനം അവിടുത്തെ സന്നിധിയിൽ വന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളുടെ കർത്താവിനെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ വിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുന്നു പിതാവേ. Glory to God, glory to Master. Hallelujah, glory to God. Hallelujah. ദൈവാത്മശക്തി പിന്നെയും വ്യാപരിക്കുമാറാകണമേ. ദൈവവചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെടുമാറാകണം, ഫലം പുറപ്പെടുവിക്കുമാറാകണമേ. കർത്താവേ, ഇവിടെ നിന്ന് കടന്നു പോകുന്ന ഓരോ വ്യക്തിയും ക്രിസ്തുവിന്റെ രക്ഷയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാപ്തരാക്കുമാറാകണമേ. ദൈവശക്തി
ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പിതാവേ, ഞങ്ങളേവരെയും താഴ്ച അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു. സകല മഹത്വവും ഞങ്ങളുടെ ദൈവത്തിന് മാത്രം അർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Praise the Lord. Hallelujah. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ വാക്യങ്ങൾ. കർത്താവേ, കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവരെല്ലാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. കർത്താവേ, ദൈവമേ, യേശുവേ, യേശപ്പാ എന്ന് കിടന്ന് നിലവിളിക്കുന്നവരുണ്ട്. ഇങ്ങനെ 10 വിളി വിളിച്ചാൽ മതി എന്ന് മാത്രം ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ വിളിക്കുന്നവരാരും സ്വർഗത്തിൽ പോകുകയില്ല എന്ന് യേശു പറയുന്നു. ദൈവത്തെ കർത്താവേ, കർത്താവേ എന്ന് വിളിക്കുന്നവരാരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് യേശു ക്രിസ്തു ഇവിടെ പറയുന്നു. ദൈവമേ, ദൈവമേ, കർത്താവേ, കർത്താവേ, യേശുവേ, 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 യേശപ്പാ എന്നൊക്കെ വിളിക്കുന്നവരാണ് കൂടുതലും. യോഗ്യതയില്ലാത്ത വിളികൾ. അവർക്ക് കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ യേശുവേ എന്ന് വിളിക്കണമെങ്കിൽ യോഗ്യത വേണം. അതിനൊക്കെ ഒരു യോഗ്യത വേണം. ആ യോഗ്യത ഉള്ളവർ വിളിച്ചാൽ ആ വിളി ദൈവം കേൾക്കും. അങ്ങനെയുള്ളവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശനമുണ്ടാകും. അല്ലാതെ വെറുതെ കർത്താവേ, കർത്താവേ, യേശുവേ, യേശുവേ എന്നൊക്കെ വിളിച്ചാലൊന്നും കാര്യം നടക്കുകയില്ല. പിന്നെ വേറെ എങ്ങനെയാണ്? സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവനെ അവിടെ പ്രവേശിക്കും. കർത്താവിൻ്റെ ഹിതം, എൻ്റെ പിതാവിൻ്റെ ഹിതം, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവരാരോ അവർക്ക് മാത്രമാണ് സ്വർഗത്തിൽ സ്ഥലം. അല്ലാതെ എല്ലാവനും സ്വർഗം കിട്ടില്ല. എല്ലാവനും പിടിച്ചു വെച്ച് അങ്ങ് സ്വർഗത്തിൽ പോവില്ല. മനസ്സിലാക്കിയോ? ഇത് പറയുന്നത് യേശുവാണ്. യേശു പറയുന്നു, എന്നെ കർത്താവേ, ദൈവമേ, ദൈവമേ എന്നൊക്കെ നീ മുട്ടി വിളിച്ചാലും, നീ വർഷക്കണക്കിന് വിളിച്ചാലും, നീ ചാകുന്നത് വരെ വിളിച്ചാലും നിനക്ക് സ്വർഗത്തിൽ കടന്നു പോകാൻ പറ്റുകയില്ല. പിന്നെ എന്ത് ചെയ്യണം? പിതാവായ ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറ്റണം. പിതാവായ ദൈവത്തിൻ്റെ തിരുഹിതം എന്താണ്? പിതാവായ ദൈവത്തിൻ്റെ തിരുഹിതം നീ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് കന്യകാമറിയത്തിൻ്റെ വയറ്റിൽ വന്നു പിറന്ന യേശുവിനെ നീ സ്വന്തം രക്ഷകനായി അംഗീകരിച്ചുകൊണ്ട് ആ യേശുവിൻ്റെ അരികിൽ വന്ന് നിൻ്റെ പാപങ്ങൾ വെളിപ്പെടുത്തുകയും നിൻ്റെ പാപങ്ങൾക്കായി മാപ്പിരക്കുകയും ചെയ്താൽ ആ യേശു നിൻ്റെ പാപങ്ങളെ ക്ഷമിക്കും. പാപക്ഷമയാണ് രക്ഷയെന്ന് പറയുന്നത്. കർത്താവായ യേശു നിൻ്റെ പാപങ്ങളെ ക്ഷമിക്കണം, എങ്കിലേ നീ രക്ഷിക്കപ്പെടുകയുള്ളൂ. മറ്റാരും ക്ഷമിച്ചിട്ട് കാര്യമില്ല. യേശു തന്നെ നിൻ്റെ പാപങ്ങളെ ക്ഷമിക്കണം. ക്ഷമിക്കാനുള്ള അധികാരം യേശു ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. അത് മനുഷ്യന് നൽകപ്പെട്ടിട്ടില്ല.
പാപങ്ങൾ ക്ഷമിക്കാനുള്ള അധികാരം മനുഷ്യന് നൽകപ്പെട്ടിട്ടില്ല. അത് നൽകപ്പെട്ടത് യേശു ക്രിസ്തുവിന് മാത്രമാണ്. ആ യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ചുകൊണ്ട് ആ യേശുവിൽ നിന്നും രക്ഷയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും സ്വീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ തിരുവചനം എന്തു പറയുന്നുവോ, ബൈബിളിൽ തിരുവചനം എന്ത് സംസാരിക്കുന്നുവോ അത് നീ നിൻ്റെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. അങ്ങനെ ചെയ്യാത്ത ആളാണെങ്കിൽ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത ഒരാളിന്, യേശുവിൽ നിന്നും രക്ഷ പ്രാപിക്കാത്ത ഒരാളിന് യേശുവിൻ്റെ വചനം, ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ, ചുമ്മാ ബൈബിള് ആട്ടിയാട്ടി നടക്കാനല്ല ബൈബിൾ നിൻ്റെ കയ്യിൽ. ആ ബൈബിളിൽ എന്തെഴുതിയിരിക്കുന്നു അത് നീ വായിക്കണം. വായിക്കാൻ അറിയില്ലെങ്കിൽ വായിക്കാൻ അറിയുന്ന ആളെ കൊണ്ട് വായിപ്പിക്കണം. അത് നീ കേൾക്കണം. കേട്ടതിന് ശേഷം അതനുസരിച്ച് നീ നടക്കണം. ഇല്ല എങ്കിൽ നീ നരകത്ത് പോകുമെന്ന് യേശു പറയുന്നു. ഇതിനപ്പുറം സാക്ഷികളില്ല. എൻ്റെ പിതാവിൻ്റെ തിരുഹിതം നിറവേറ്റുന്നവൻ ആരാണോ, പിതാവിൻ്റെ തിരു ഇഷ്ടം, പിതാവിൻ്റെ ആഗ്രഹം, നീ യേശുവിനെ രക്ഷകനായി അംഗീകരിക്കണം. ആ യേശുവിൽ നിന്നും രക്ഷ പ്രാപിക്കണം. ആ യേശു തരുന്ന പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിക്കണം. ആ യേശു പറയുന്ന വാക്കുകൾ ബൈബിളിലുണ്ട്. ആ ബൈബിളിലെ വാക്കുകൾ, അതായത് വചനങ്ങൾ, നീ നിൻ്റെ ജീവിതത്തിൽ പകർത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ 22-ാമത്തെ വാക്യം പറയുന്നു, ആ ദിവസം, ആ ന്യായവിധിയുടെ ദിവസം, നല്ലവരെയും ചീത്തവരെയും എല്ലാവരെയും ശിക്ഷിക്കുന്ന ഒരു ദിവസം, ജഡ്ജ്മെൻ്റ്. ആ ജഡ്ജ്മെൻ്റ് ദിവസത്തിൽ പലരും എന്നോട് പറയും, കർത്താവേ, കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിച്ചവരല്ലയോ? യേശുവേ, യേശുവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചവരാണല്ലോ. ഞങ്ങൾക്ക് പ്രവചനവരം നീ തന്നതും, ഞങ്ങൾക്ക് അന്യഭാഷ വരം നീ തന്നതും, ഞങ്ങൾ അന്യഭാഷ സംസാരിച്ചതും, പ്രവചനവരപ്രകാരം ഞങ്ങൾ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവചിച്ചതും ഒക്കെ നിനക്കറിയാമല്ലോ. നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പിശാചുക്കളെ പുറത്താക്കിയില്ലയോ? യേശുവിൻ്റെ നാമത്തിൽ പിശാചിനെ പുറത്താക്കിയില്ലയോ? നിൻ്റെ നാമത്തിൽ പല വലിയ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തില്ലയോ എന്ന് ആ സമയം ചോദിക്കും. കർത്താവിനെ വിട്ട് ഓടിപ്പോയവർ, കർത്താവിനെ വിട്ട് ഓടിപ്പോയവർ, രക്ഷിക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ച് ദൈവത്തിൻ്റെ എല്ലാ കൃപകളും വാങ്ങിച്ചുകൊണ്ട് ജീവിതത്തിലെ എല്ലാ സൗകര്യങ്ങളും, ബോട്ടും വലയും വള്ളവും പണവും സ്വത്തും എല്ലാം നേടിയതിന് ശേഷം അതിൽ കുറേ പേർ ഓടിപ്പോയി. അങ്ങനെ ഓടിപ്പോയ നിനക്ക് എന്ത് കിട്ടാനിരിക്കുന്നു? നരകം മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ യേശു പറയുന്നു, അപ്പോൾ ഞാൻ അവരോട് പറയും, പ്രഖ്യാപിക്കും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഹേ ദുർവൃത്തരെ, എന്നെ വിട്ടകന്നു പോകൂ. നിങ്ങളെ എനിക്കറിയില്ല, നിന്നെ ഞാൻ കണ്ടിട്ടുമില്ല, എനിക്കറിയത്തുമില്ല. എൻ്റെ അടുക്കൽ വന്ന് നിൻ്റെ കാര്യങ്ങൾ നടന്നതിന് ശേഷം പറയാതെ എടുക്കാതെ ദൈവത്തെ വിട്ടും ഇടപാട് വിട്ടും നീ ഓടിപ്പോയിക്കൊണ്ട് പിന്നീട് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ, ഒരു സുഖക്കേട് വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു കടബാധ്യത വരുമ്പോൾ, ഒരു കല്യാണം നടക്കേണ്ടി വരുമ്പോൾ, മോന് സംബന്ധം കിട്ടേണ്ടി വരുമ്പോൾ വീണ്ടും തിരിച്ചു വന്ന് അതിനകത്ത് ഇടപാടിനകത്ത് കയറിയ ആളാണ് നീ എന്ന് യേശുവിനറിയില്ലയോ? എടാ, യേശുവിനറിയില്ലയോ?
നിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന യേശു പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, പോ. ദുർവൃത്തരെ, ദുർപ്രവൃത്തികൾ, ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്ന ദുഷ്ടന്മാരെ, എന്നെ വിട്ടകന്നു പോകൂ, എന്നെ വിട്ടകന്നു പോകൂ, നിങ്ങളെ എനിക്കറിയില്ല. ഇതാണ് അവസാനം നിനക്ക് കിട്ടുന്ന മറുപടി. നീയും ദൈവത്തെ വിട്ടുപോയാൽ, നീയും യേശുവിനെ വിട്ടുപോയാൽ, നീയും ഇടപാടിനെ വിട്ടുപോയാൽ, നീയും ദൈവത്തിൻ്റെതായ കൂട്ടായ്മ വിട്ടുപോയാൽ നിനക്ക് കിട്ടുന്ന ശിക്ഷ വലിയ ശിക്ഷ. എവിടെ? നരകത്തിലേക്ക്. അപ്പോൾ എന്ത് ചെയ്യണം? വചനം പാലിക്കണം. അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹം ദൈവം നിനക്ക് തരും. വായിക്കാൻ അറിഞ്ഞിട്ടും ബൈബിൾ കൊണ്ടുവരാതിരിക്കുന്നവനും വായിക്കാതിരിക്കുന്നവനും അത് കേടാണ്, നാശമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യം. നിങ്ങൾ കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുകയും ഞാൻ പറയുന്നത് അനുഷ്ഠിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? എടാ, നിങ്ങൾ എന്നെ നോക്കി കർത്താവേ കർത്താവേ ദൈവമേ എന്ന് വിളിക്കുന്നു. ശരി, സമ്മതിച്ചു. യേശു പറയുന്ന ഭാഗമാണിത്. അപ്പം അങ്ങനെ കർത്താവേ 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 എന്ന് എന്നെ വിളിക്കുകയും ഞാൻ പറയുന്നത് അനുഷ്ഠിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തിനാ? കർത്താവ് പറഞ്ഞതിനെ, യേശു പറഞ്ഞതിനെ നീ അനുസരിക്കാതിരിക്കുന്നത് എങ്ങനെ? ഞാനല്ലേ പറഞ്ഞത്, നിനക്ക് ഞാൻ തരുന്നതിൽ 10-1 എനിക്ക് താ, ഞാൻ നിനക്ക് തരുന്ന പണത്തിൽ 10-1 എനിക്ക് താ. ഉദാഹരണത്തിന് പറയുകയാണ്. അങ്ങനെ ആ 10-1 കർത്താവിന് കൊടുക്കാത്ത നീ ദൈവത്തെ അനുസരിക്കുന്നില്ല എന്നർത്ഥം. ദൈവത്തെ അനുസരിക്കാത്തവൾ, അനുസരിക്കാത്തവൻ ദൈവത്തെ കർത്താവേ കർത്താവേ യേശുവേ യേശുവേ യേശപ്പ എന്ന് വിളിക്കുന്നത് എന്തിനാ? എടാ, എന്തിനു വിളിക്കുന്നു? യേശു ചോദിക്കുന്നു. എൻ്റെ പ്രമാണങ്ങൾ പാലിക്കുന്നില്ല എങ്കിൽ എന്നെ എന്തിനു വിളിക്കുന്നു? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നീ എന്നെ എന്തിനു വിളിക്കുന്നു? എൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ നീ എന്തിനെന്നെ വിളിക്കുന്നു? എൻ്റെ കൽപ്പനകൾ പാലിക്കുവാൻ നിന്നെക്കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ എന്നെ കർത്താവേ കർത്താവേ യേശുവേ യേശുവേ എന്ന് കിടന്ന് നിലവിളിക്കുകയും സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ എന്നൊക്കെ നീ പറയുന്നത് എന്തിന്? എടാ, പറയുന്നത് എന്തിന്? എന്നെ വേണ്ട, എൻ്റെ കാര്യങ്ങൾ നിൻ്റെ കാര്യങ്ങൾ ഞാൻ നടത്തി തരണം. അതിനു വേണ്ടി ഒരു കർത്താവാണോ ഞാൻ എന്ന് യേശു ചോദിക്കുന്നു. എന്താണ് നിൻ്റെ മറുപടി? എന്നെ വേണ്ട, ഞാൻ പറയുന്ന അതായിട്ടുള്ള ഉപദേശങ്ങൾ നിനക്ക് വേണ്ട, കൽപ്പനകൾ വേണ്ട, ബൈബിൾ വചനങ്ങൾ നിനക്ക് വേണ്ട, ഒന്നും വേണ്ട. നിനക്ക് വേണ്ടത് ഞാൻ നിനക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടേ ഇരിക്കണം, നീ എനിക്കൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ധാരണയോടുകൂടി കാണപ്പെടുന്ന നിനക്ക് ഞാൻ എങ്ങനെ കർത്താവാകും? ഞാൻ എങ്ങനെ നിനക്ക് ദൈവമാകും? എൻ്റെ ചൊൽപ്പടി കേളാത്ത നിനക്ക് ഞാൻ എങ്ങനെ യേശു അപ്പനാകും? ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ. ചുമ്മാ കേട്ടുകൊണ്ടു പോകുവാനല്ല വചനം. വചനമെന്ന് പറയുന്നത് കേൾക്കുവാൻ മാത്രമുള്ളതല്ല, അനുസരിക്കാനുള്ളതാണ്, അനുഷ്ഠിക്കുവാനുള്ളതാണ്. ഇല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. നിങ്ങൾ ആത്മവഞ്ചകരാകരുത്, നിങ്ങളെ തന്നെ സ്വയം വഞ്ചിക്കരുത്. നിങ്ങളെ തന്നെ സ്വയം വഞ്ചിക്കരുത്. വചനം കേൾക്കുന്നവർ മാത്രമാകാതെ
പ്രാവർത്തികമാക്കുന്നവരുമാകണം. ഹല്ലേലൂയ. ചുമ്മാ ഇവിടെ പറയുന്ന വചനവും കേട്ടും കൊണ്ട് നീ വീട്ടിൽ പോകാൻ വേണ്ടി നിന്നെ കർത്താവ് ഇവിടെ കൊണ്ടുവന്ന് ചേർത്തതല്ല. നീ വചനം കേട്ടത് കൊണ്ട് നിനക്കെന്ത് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. വീണ്ടും വായിക്കേ. വചനം കേട്ടുകൊണ്ട് കടന്നു പോകുന്നവരായി മാത്രം കാണാതെ ആ വചനം നിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അയ്യോ, വചനം ഇങ്ങനെ പറയുന്നല്ലോ, കർത്താവ് നമ്മോട് ഇങ്ങനെ പറയുന്നല്ലോ, നമുക്ക് ഇന്ന ഉപദേശങ്ങൾ തരുന്നല്ലോ ഈ വചനം വഴി, ബൈബിൾ വഴി. അപ്പോൾ ബൈബിളിൽ കാണുന്ന ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി നാം ജീവിതത്തെ പരാജയപ്പെടുത്താൻ പാടില്ല. വിജയിപ്പിക്കണമെങ്കിൽ, ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ ഈ വചനം നാം പിന്തുടർന്നാലേ ഈ വചനം വഴി നമുക്ക് ഒരു വിമുക്തി, ഒരു 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 അനുഗ്രഹം കിട്ടത്തുള്ളൂ എന്നുള്ളത് നീ മനസ്സിലാക്കണം. അല്ല, വചനം കേട്ടുകൊണ്ട് ഒരു കാത് വഴി കേട്ട് മറ്റേ കാത് വഴി വിട്ടും കൊണ്ട് പോകാനുള്ളതല്ല വചനം. വചനം ജീവിക്കുന്ന വചനമാണ്. വചനം ജീവിക്കുന്നു. ആ വചനം പാലിക്കുന്നവരാരാണോ അവരോടൊപ്പം ഞാനിരിക്കുമെന്ന് യേശു പറയുന്നു. എൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവൻ, അത് പ്രവർത്തിക്കുന്നവൻ ആരാണോ, ആ വചനപ്രകാരം ജീവിക്കുന്നവൻ ആരാണോ അവനോടൊപ്പം ഞാനിരിക്കും. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് വന്നിരിക്കും. ഞങ്ങൾ രണ്ടുപേരും അവൻ്റെ കൂടെ ചേർന്നിരിക്കും. എന്തുകൊണ്ട്? അവൻ കേൾക്കുന്ന വചനം ഒരു കാതുവഴി കേട്ട് വിട്ടുകളയുന്നില്ല. മറ്റേ കാതുവഴി ഒരു കാതുവഴി കേട്ട് മറ്റേ കാതുവഴി അവൻ വിട്ടുകളയുന്നില്ല. ആ വചനം ജീവിതത്തിൽ പകർത്തി വചനത്തിൽ എന്തു പറയുന്നുവോ അതവൻ പ്രവർത്തിക്കുന്നവനായതുകൊണ്ട് അവൻ ഞങ്ങളുടെ മകനാകുന്നു. ആ മകനോടൊപ്പം വസിക്കുവാൻ ഞങ്ങൾക്കൊരാഗ്രഹം. അതുകൊണ്ട് ഞാനും വരും, എൻ്റെ പിതാവായ ദൈവവും അവിടെ വരും. ഞങ്ങൾ രണ്ടുപേരും വന്ന് ഈ വചനം പാലിക്കുന്നവൻ്റെ കൂടെ താമസിക്കും. അതാണ് ദൈവം. ഹൃദയത്തെ ദൈവത്തിന് കൊടുക്കണം. നിൻ്റെ ഹൃദയത്തിൽ യേശു ഇരിക്കണം എപ്പോഴും. നിൻ്റെ ഹൃദയത്തിൽ പൂർണ്ണമായി യേശു കാണപ്പെടണം. വൈരാഗ്യം, വഞ്ചന ഒന്നും പാടില്ല. അസൂയ പാടില്ല. മറ്റുള്ളവരോട് പക പാടില്ല. വിരോധം പാടില്ല. അവിടെ എന്ത് വേണം? യേശു വേണം. അവിടെ എന്ത് വേണം? വചനപ്രകാരം ജീവിക്കണം. വചനത്തിൽ എന്ത് കർത്താവ് പറയുന്നുവോ അത് നിൻ്റെ ജീവിതത്തിൽ നീ പകർത്തണം. ഇല്ല എങ്കിൽ നീ തോറ്റുപോകും. മരിക്കുമ്പോൾ നീ നരകത്ത് പോകും തീർച്ച. ഇല്ലെങ്കിൽ ഈ ബൈബിളിന് വിലയില്ല. ഇല്ലെങ്കിൽ ഈ ബൈബിൾ കള്ളമാണ്. ഇല്ല എങ്കിൽ ഈ ബൈബിൾ കള്ളമാണ്. ഹല്ലേലൂയ. യോഹന്നാൻ 8-ാം അധ്യായം 51-ാമത്തെ വാക്യം. യോഹന്നാൻ 8-ാം അധ്യായം 51-ാമത്തെ വാക്യം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം പാലിക്കുന്ന ആരും ഒരിക്കലും മരണമറിയുകയില്ല. എൻ്റെ വചനം, എൻ്റെ തിരുവചനം, ഞാൻ സംസാരിച്ച വചനം, ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനം, ആ വചനത്തെ പാലിക്കുന്നവൻ, ആ വചനത്തെ അനുസരിക്കുന്നവൻ അവൻ മരിക്കുകയില്ല. അവൻ മരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നീ ഹല്ലേലൂയയും പറയുന്നു. കാര്യം മനസ്സിലാക്കിയാണോ പറയുന്നത്? അവന് മരണം ഇല്ലയോ? വചനം പാലിക്കുന്നവന് മരണം വരില്ലയോ? ശാരീരിക മരണം എല്ലാവർക്കുമുണ്ട്. പാപികളും ഒരു ദിവസം മരിക്കും, വിശുദ്ധന്മാരും ഒരു ദിവസം മരിക്കും. വിശുദ്ധന്മാരെന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവർ,
അഭിഷേകം പ്രാപിച്ചവർ, വചനപ്രകാരം ജീവിക്കുന്നവർ വിശുദ്ധരാണ്. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്, അവർ വിശുദ്ധരാണ്. അവരും മരിക്കും. എങ്ങനെ മരിക്കും? ശാരീരിക മരണം മാത്രം അവർക്കുണ്ട്, ആത്മാവിൽ മരണമില്ല. മറ്റവനൊക്കെ 2 മരണം. ദൈവത്തെ അറിയാത്തവന് 2 മരണം. എന്ത് 2 മരണം? ഒന്ന്, ഈ ഭൂമിയിൽ അവന് വയസ്സാകുമ്പോഴോ രോഗം വരുമ്പോഴോ ചത്തുപോകും. ആ സമയത്ത് മരിക്കുന്നു, ശരീരം മരിക്കുന്നു. മാത്രമല്ല അവൻ്റെ ആത്മാവും മരിക്കുന്നു. കാരണം ജീവിച്ചിരുന്ന നാളുകളിൽ അവൻ യേശുവിനെ അറിഞ്ഞില്ല, യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടിട്ടില്ല, യേശുവിൻ്റെ വചനപ്രകാരം അവൻ ജീവിച്ചിട്ടില്ല, യേശുവിനോട് ഭയമോ ഭക്തിയോ ഇല്ലാതെ ജീവിച്ചവനാണ്. അവന് 2 മരണം, ആത്മാവിലും മരിക്കുന്നു, ശരീരത്തിലും മരിക്കുന്നു. പക്ഷെ രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക്, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഒരേ ഒരു മരണം. എന്ത് മരണം? ആത്മാവിൽ അവർക്ക് മരണമില്ല. ആത്മാവ് ദൈവകരങ്ങളിൽ പോയി ചേരുന്നു. പാപികളുടെ ആത്മാവ് പിശാചിൻ്റെ കരങ്ങളിൽ പോകുന്നു. നല്ലവരുടെ ആത്മാവ് ദൈവത്തിൻ്റെ കരങ്ങളിൽ പോകുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ആത്മാവ് ഇന്ന് ജീവിക്കുന്നു. നമ്മുടെ ആത്മാവ് നാം ഇന്ന് ചത്താൽ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകും. നമ്മുടെ ശരീരത്തെ ആരെങ്കിലും കുഴിച്ചു മൂടും. ശരീരം ചത്തുപോയി, കുഴപ്പമില്ല, നമ്മുടെ ആത്മാവ് ചത്തില്ല. അതുകൊണ്ട് നാം മരിച്ചതിന് ശേഷം ജീവിക്കും. അതാണ് ഇവിടെ വചനം പറയുന്നത്, അവൻ മരണമറിയുകയില്ല, അവൻ മരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവൻ ആത്മാവിൽ ചത്തുപോകുകയില്ല എന്നർത്ഥം. സത്യങ്ങൾ മനസ്സിലാക്കണം. സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവവഴിയിൽ സഞ്ചരിക്കുവാൻ ഇനിയെങ്കിലും ശ്രമിക്കണം. വെറുതെ കല്ലും മണ്ണിനെയും ദൈവമെന്ന് പറഞ്ഞ് കൂമ്പിട്ട് കൂത്താടി വെറുതെ ദൈവത്തിൻ്റെ കോപത്തിന് പാത്രീഭൂതരാകാതെ, കർത്താവായ യേശുവാണ് നമ്മെ ഈ ലോകത്ത് സൃഷ്ടിച്ചത്. കന്യകാമറിയത്തിൻ്റെ വയറ്റിൽ വന്ന് പിറന്ന യേശു നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമ നൽകുവാനും നമ്മെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും വന്ന യേശുവാണ്. ആ യേശുവിൻ്റെ തിരുവചനങ്ങൾ നാം സ്വീകരിച്ചുകൊണ്ട് ആ തിരുവചനം പാടെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് യേശുവിനോടൊപ്പം നാം താമസിക്കണം. യേശുവിനോടും പിതാവായ ദൈവത്തോടും നാം താമസിക്കണം. എങ്ങനെ ആയാൽ ഈ ബൈബിളിലെ വചനം പാലിക്കുക വഴി നമുക്ക് ദൈവത്തോടൊപ്പം വാഴുവാൻ സാധിക്കുമെന്നുള്ള ആ ശുഭപ്രതീക്ഷയോടുകൂടി വീണ്ടും യേശുവിൻ്റെ മക്കളായി, യേശുവിനെ അനുസരിക്കുന്ന മക്കളായി, വചനം പാലിക്കുന്ന മക്കളായി, ദൈവം നമ്മെ അറിയുന്ന മക്കളായി നാം കാണപ്പെടണം. നിന്നെ അറിയില്ല എന്ന് നാളെ ദൈവം യേശു പറയരുത്. ദുർവൃത്തരെ, എന്നെ വിട്ട് അകന്നു പോകൂ എന്ന് നിന്നെ നോക്കി ദൈവം പറയാൻ പാടില്ല. ആ അവസ്ഥയിൽ കാണപ്പെട്ടാൽ രക്ഷപ്പെടുമില്ലെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത. ജ്ഞാനവൻ്റെ മുൻപിൽ താണിരുന്നപ്പോൾ, എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോൾ,
ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോൾ എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോൾ കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എൻ്റെ യേശുവല്ലാതാരുമില്ലല്ലോ. എന്നെ കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എൻ്റെ യേശുവല്ലാതാരുമില്ലല്ലോ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത. അല്പനേരത്തേക്ക് അവൻ എന്നെ മറന്നാൽ കോപത്തോടെ തൻ്റെ മുഖം തിരിച്ചാൽ, അല്പനേരത്തേക്ക് അവൻ എന്നെ മറന്നാൽ കോപത്തോടെ തൻ്റെ മുഖം തിരിച്ചാൽ, മാനം തിരിഞ്ഞു മടങ്ങി വന്നാൽ അരികിൽ വന്ന ശ്വാസം പകരും അവൻ. മാനം തിരിഞ്ഞു മടങ്ങി വന്നാൽ അരികിൽ വന്ന ശ്വാസം പകരും അവൻ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത. യേശുനാഥന്റെ വരവടുത്തുപോയി, മാനസാന്തരത്തിന്റെ സമയമായി. യേശുനാഥന്റെ വരവടുത്തുപോയി, മാനസാന്തരത്തിന്റെ സമയമായി. നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ, ധൈര്യത്തോടെ നിൽക്കാം ന്യായാസനത്തിൽ. നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ, ധൈര്യത്തോടെ നിൽക്കാം ന്യായാസനത്തിൽ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത. അബ്രഹാമിൻ്റെ ദൈവം വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമാക്കുന്നു. അബ്രഹാമിൻ്റെ ദൈവം വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമാക്കുന്നു. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തോൻ, ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തോൻ, ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത. ஹalleluya, ஹalleluya, ஹalleluya. நம் ஆண்டவராகிய தேவனுக்கு கோடி கோடி நன்றி சொல்லுவோம். ஹalleluya, ஹalleluya. எசேக்கியேலாகமம் 36 25 26 வசனம் வாசிப்போம். நம்மை சுத்தமாக்குவதற்கு கடவுள் திட்டமிட்டு செயலாட்டினார். நாம் பரலோகத்தில் இருக்கிறோம்,
ஆண்டவராகிய கடவுள் கூறுகிறார், நாம் உங்கள் மேலே பரிசுத்த நீரை தெளிப்போம், உங்கள் அழுக்கெல்லாம் போய்விட நீங்கள் பரிசுத்தவான்களாய் மாறுவீர்கள், நீங்கள் தூய்மையா இருப்பீர்கள். இந்நாள் வரை செய்து வந்த சிலை வழிபாட்டு தீட்டிலிருந்தும் உங்களை தூய்மையாக்குவோம். ஹல்லேலூயா. தூய நீரை தெளிப்போம், விண்ணகத்திலிருந்து பரிசுத்த ஜலமாகிய ஆவியானவரின் பெரிதான திட்டத்திற்கு உட்படும்படியாக தூய நீர், ஆவி என்னும் ஜலம், தூய நீரை மேலிருந்து தெளிப்போம். வெறுமையாக ரட்சிக்கப்பட்டாயா, ரட்சிக்கப்பட்டாயா, கன்வென்ஷன் போனாயா, ரட்சிக்கப்பட்டாயா, அந்த ரட்சிப்பல்ல, அந்த ரட்சிப்பல்ல. ஆண்டவரால் தேர்ந்து கொள்ளப்பட்ட மக்களுக்கு கடைசி காலத்திற்காக கடவுளே திட்டமிட்டு செயலாட்டுகிறார். விண்ணிலிருந்து தூய நீரை, பரிசுத்த ஜலத்தை தெளிப்போம், உங்கள் அழுக்கெல்லாம் போய்விட நீங்கள் தூய்மையாயிருப்பீர்கள். ஹல்லேலூயா, ஹல்லேலூயா. மீண்டும் சிலை வழிபாட்டு தீட்டிலிருந்தும் உங்களை நாம் தூய்மையாக்குவோம். சிலை வழிபாடு பாவம் என்னவென்றால் கடவுளுக்கு விரோதமான பாவம். கடவுளை தவிர வேறொரு தெய்வம் இல்லை. ஆண்டவராகிய கடவுளே உன்னதத்தில் வீற்றிருக்கிறார். அவர் நமக்கு ஏற்றவாறு செயலாட்டுவார். அவர் நமக்கு எல்லாம் நன்மையும் செய்வார். அதற்காக நேர்ச்சையிடு, 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 ஓடிப்போ, அங்கே போ, இங்கே போ என்று கூறுவதெல்லாம் புரியாத தெரியாத காலம் தவிர்த்து இப்பொழுது ஆவியானவரின் செயலின் காலம். மகா பாவம் அது, மகா பாவம் அது. ஆண்டவர் செயலாட்டுகிறார். ஆவியானவர் வந்துள்ளார். நம்மை மேலே கொண்டு போக ஆவியானவர் வந்துள்ளார். நாம் மேலே போக ஆவியானவர் காணப்படுகிறார். சிலை வழிபாட்டு தீட்டிலிருந்தும் உங்களை ஆண்டவர் கூறுகிறார், தூய்மையாக்குவோம், பரிசுத்தப்படுத்துவோம், சுத்தமாக்குவோம். ஹல்லேலூயா, ஹல்லேலூயா. உங்களுக்கு உங்களில் காணப்படும் இதயம் அல்ல, வேற்று இதயத்தை உங்களில் நாம் கொடுப்போம். ஹல்லேலூயா, ஹல்லேலூயா. புதிய இதயம் உங்களுக்கு தருவோம். உங்கள் உள்ளத்தில் புதிய ஆவியை ஊட்டுவோம். ஆண்டவர் இயேசு இறந்த பின் அவர்தம் ஆவியை உங்கள் உள்ளத்தினில் குடியிருக்க செய்வோம். உங்கள் உடலில் இருக்கிற கல்லான இதயத்தை எடுத்து விடுவோம். ஹல்லேலூயா. உங்கள் இதயத்தினுள் காணப்படுகிற கல்லான இதயத்தை எடுத்துவிட்டு உணர்ச்சி உள்ள இதயத்தை தருவோம். எதற்காக? ஆண்டவருடைய வசனங்கள் உங்கள் உள்ளத்தில் பதியும்படியாக, ஆண்டவருடைய படிப்பனைகள் கேட்டு நீங்கள் பயன்படும்படியாக, மேலே போக வேண்டும் என்று ஆர்வம் உங்கள் உள்ளத்தில் குடிகொண்டு இருக்கும்படியாக உங்களில் இருக்கிற கல்லான மாம்சமான இதயத்தை அகற்றிவிட்டு புதிய இதயத்தை தருவோம். ஹல்லேலூயா. உங்கள் உள்ளங்களுக்குள்ளே பரலோக பிதாவாகிய தேவனுக்குள் இருக்கும் ஆற்றல் மிக்க சக்தியாகிய ஆவியை உங்களுக்குள் குடிகொள்ள செய்வோம்.
ஹல்லேலூயா, ஹல்லேலூயா. ஆண்டவராகிய கடவுளின் கற்பனைகளின்படி கட்டளைகளின்படி நடக்கவும் நம்முடைய நீதிமுறைகளை கடைபிடிக்கவும் கடைபிடிப்பதில் கவனமாக இருக்கவும் செய்வோம். ஹல்லேலூயா. இதை கூறுவோர் யாரு? ஆண்டவராம் ஆவியானவர். எப்படியும் ஆண்டவராகிய தேவனுக்கு அவருடைய பிள்ளைகள் மேலே எடுத்து கொள்ளப்பட வேண்டும். ஆச்சரியமான காரியம். அவர் வருவார், அவருடைய மக்கள் கடந்து செல்லுவார்கள். உலகம் எங்கும் உலகம் முழுமையாக காணப்படுகிற ஆண்டவராகிய கடவுளால் நேசிக்கப்படுகிற மக்கள் எழுந்து செல்லுவார்கள், எடுத்து கொள்ளப்படுவார்கள், மேலே புறப்பட்டு செல்லுவார்கள். ஆவியானவர் காத்திருக்கிறார். அவருடைய வருகை எப்போதென்று பிதாவாகிய தேவனுக்கு மட்டுமே தெரியும். பிதாவாகிய தேவன் ஆண்டவர் இயேசுவை எப்போது அனுப்புவாரோ அப்போதுதான் வருகையின் நேரம் உலகெங்கும் உள்ள ஒரு ஜனம் எழுந்து செல்லும். அருமையானவர்களே, பணத்தின் மேல் பற்று வைக்காதீர்கள், பணத்தின் மேல் பற்று வைக்காதீர்கள். குடும்பமாக ஆண்டவரில் ஒன்று சேருங்கள், அவருடைய மக்களாக மாறுங்கள். அவரோடு இணையற்ற செல்வமாகிய பரலோக சம்பத்து தூய நீரை தளிப்போம். உங்கள் அழுக்கெல்லாம் போய்விடும். நீங்கள் பரிசுத்தவான்களாக இருப்பீர்கள். நீங்கள் செய்து வந்த சிலை வழிபாட்டு தீட்டிலிருந்தும் உங்களை நாம் தூய்மையாக்குவோம். உங்களுக்குள் இருக்கும் கல்லான இருதயத்தையும் மாற்றுவோம். உங்களுக்குள் இருக்கும் கல்லான இருதயத்தை மாற்றி ஆண்டவரின் வார்த்தைகள் புரியும்படியாக புதிய இதயத்தை உங்களுக்கு கொடுப்போம். ஹல்லேலூயா, ஹல்லேலூயா. அருமையானவர்களே, இந்த பாக்கியத்தை இழந்து போகாதீர்கள். உங்கள் பிள்ளைகளை எப்படியும் ஏதோ ராஜ்யங்களுக்கு அனுப்பி பணம் சம்பாதிக்கும் வழி தேடாதீர்கள். ஆண்டவர் வருவார், சீக்கிரம் வருவார். அவர் வருகை என்பதன் அடையாளமே நாம் இருக்கும் இந்த இடம். ஏன்? ஆண்டவராம் ஆவியானவர் குடியிருக்கிறார். ஆண்டவர் இயேசுவோடு 7 ஆவிகள் எழுந்து வந்தார்கள். ஆண்டவருக்கு கோடி கோடி நன்றி சொல்லுங்கள் சகோதரர்கள். ஆண்டவரின் நாமத்தில் நான் உங்களோடு கூறுவது, உங்களுக்கு தெரிந்த நீங்கள் வேலை செய்யும் இடங்களில் காணப்படுகிற சகோதரர்கள், வாலிபர்கள், அவர்களை காப்பாற்றுவோம். அவர்களோடு எடுத்து சொல்லுங்கள், அவர்களை கூப்பிடுங்கள், அவர்களை அழைத்து வாருங்கள். சண்டையும் குழப்பம் அல்ல, சமாதானத்தோடு தாழ்மையோடு ஆண்டவரின் வார்த்தையை எடுத்து சொல்லுங்கள். நீங்கள் இருப்பது ஒரு ஆண்டவரின் சக்தி என்னும் கடல் மேலே. கண்ணுக்கு தெரியாது, கண்களால் காண முடியாது. அவருடைய ஆழக்கடல் நம்மை மூடி நிரப்பிக் கொண்டுள்ளது. நாம் ஜெபிப்பதும், நாம் பாடுவதும், நாம் பேசுவதும்
இந்த கடலுக்குள்ளே இருந்து ஹல்லேலூயா ஹல்லேலூயா ஆண்டவருக்கு நன்றி சொல்லுங்கள். பிள்ளைகளை கொண்டு வர முடியாது என்று சொல்லாதீர்கள். 10 வயதல்ல, பால் குடிக்கும் குழந்தையின் 1 வயது ஒன்றும் புரியாது, 2 வயது ஒன்றும் புரியாது என்றாலும் நீங்கள் குழந்தைகளோடு வரலாம். அவர்கள் போக வேண்டும். ஆண்டவர் வரும்போது குழந்தைகளும் புறப்பட்டு போக வேண்டும். ஹல்லேலூயா. ஒருவேளை உங்களில் பலருக்கும் தொல்லையாக இருக்கும், ஆனால் குழந்தைகள் போக வேண்டும். பிள்ளைகள் ஆண்டவரோடு எடுத்து கொள்ளப்பட வேண்டும். ஹல்லேலூயா. இந்த இடத்தில் திருமணாகலையே என்று ஒப்பாரி வைக்காதீர்கள். நீங்கள் இல்லங்களில் இருந்தாலும் திருமணம் நடக்கும். ஆண்டவருடைய வருகைக்காக அயராமல் உழைப்போம், பாடுபடுவோம். ஆண்டவரின் ஜனம் மீட்டு கொள்ளப்பட வேண்டும். ஆண்டவரின் ஜனம் எழுந்திருக்க வேண்டும். ஆண்டவரின் ஒளி அந்த மக்களில் எழுந்து வர வேண்டும். மக்கள் எல்லோரும் மாற்றமடைய வேண்டும். பாவத்தின் கட்டவிழ்க்கப்பட வேண்டும். பாவத்தின் சிறையிருப்பு நீக்கப்பட வேண்டும். ஆண்டவராகிய தேவனுக்கு நன்றி சொல்லுவோம். எத்தனை கோடி நன்றி சொன்னாலும் மிகையாகாது. எந்நேரமும் அவர் திருப்பாதம் அமர்ந்து அவரை ஸ்தோத்தரித்து மகிமைப்படுத்துங்கள். ஆண்டவர் உங்கள் எல்லோரையும் ஆசீர்வதிப்பார், நிலையாக்குவார், நிலைப்படுத்துவார். உங்கள் குடும்பங்களில் கண்ணீர் இல்லை, வேதனை இல்லை, அலாபனை இல்லை, துக்கம் இல்லை. நீங்கள் உண்மையாக இருந்தால் உங்களில் வியாதி இல்லை, வறுமை இல்லை, உணவில்லை என்று சொல்ல முடியாது. ஆண்டவர் எல்லாமே உங்கள் குடும்பத்திற்கு ஏற்றவாறு செய்வார். ஹல்லேலூயா. எல்லோரும் முழங்கால் படியிடுவோம். Praise the Lord, glory to Lord. நன்றியோடு துதிக்கிறோம். செய்த நன்மை நினைக்கிறோம் ஆண்டவரே. நன்றியோடு துதிக்கிறோம் ஆண்டவரே. நன்றியோடுமை துதிக்கிறோம் பிதாவே. ஆமென் கர்த்தாவே. நன்றி ஆண்டவரே. Praise the Lord, praise the Lord, glory to Lord, glory to Lord, glory to Lord, glory to Lord, praise the Lord. ஆமென் அப்பா, ஆமென் ஆண்டவரே, ஆமென் ஆண்டவரே. யாராலும் தர முடியாத பரலோக ராஜ்யத்தின் சம்பத்தை நீர் எங்களுக்கு கொடுத்தீர், உமக்கு நன்றி. யாராலும் தர முடியாத பரலோக இன்ப சுகத்தை நீர் எங்களுக்கு அளித்தீர், உமக்கு நன்றி அப்பா. நன்றி ஆண்டவரே, நன்றி ஆண்டவரே, உமக்கு நன்றி. நன்றியோடு துதிக்கிறோம், நன்றியோடு ஸ்தோத்தரிக்கிறோம், நன்றியோடு துதிக்கிறோம் ஆண்டவரே. நீர் போதுமானவர், நீர் போதுமானவர். உமது ராஜ்யத்தின் சக்தியால் எங்களை நிரப்பிக் கொண்டிருக்கிறீர். உமது ராஜ்யத்தின் வல்லமையால் எங்களை நிரப்பிக் கொண்டிருக்கிறீர். உமது ராஜ்யத்தின் ஆளுகையால் எங்களை நிரப்பிக் கொண்டிருக்கிறீர். நீர் போது ஆண்டவரே, நீர் போது ஆண்டவரே. நீர் தொட்டால் சுகம் கிடைக்கும், நீர் தொட்டால் சுகம் கிடைக்கும். நீர் ஒரு வார்த்தை சொன்னாலே அற்புதங்கள் நடக்கும். நீர் ஒரு வார்த்தை சொன்னால் அதிசயமான காரியங்கள் நடக்கும். நீர் போதும் ஆண்டவரே, நீர் போது ஆண்டவரே, நீர் போது ஆண்டவரே, நீர் போது ஆண்டவரே. நன்றியோடு துதிக்கிறோம், நன்றியோடு ஸ்தோத்தரிக்கிறோம். பாவமக்கு நன்றி, பாவமக்கு நன்றி, பாவமக்கு ஸ்தோத்திரம், பாவமக்கு நன்றி. கர்த்தாவே உமக்கு நன்றி. மக்கள் எல்லோரையும் காப்பாற்றும், மக்கள் எல்லோரையும் காப்பாற்றும், மக்கள் எல்லோரையும் காப்பாற்றும். மேலான நன்மைகள் செய்து முடிக்க வல்லவராகிய ஆண்டவர் செயலாற்றுவதற்காய் நன்றி அப்பா. நன்றி நன்றி நன்றி. விடுதலை அளிப்பதற்காய் நன்றி, சுகம் தருவதற்காய் நன்றி, கொடிய வியாதிகளில் சுகம் தருவதற்காய் நன்றி, அற்புத விடுதலை அளிப்பதற்காய் நன்றி, அற்புதங்கள் நடப்பதற்காய் நன்றி. ஆண்டவர் செயலாற்றுவதற்காய் நன்றி, ஆண்டவர் செயலாற்றுவதற்காய் நன்றி, ஆண்டவர் தம் ஆவியால் நிரப்புவதற்காய் நன்றி.
ஆண்டவர் தம் ஆவியால் நிரப்புவதற்காய் நன்றி. ஆண்டவர் தம் ஆவியால் நிரப்புவதற்காய் நன்றி. நன்றி ஆண்டவரே. நன்றியோடு துதிக்கிறோம் பிதாவே. நன்றியோடு மெய் ஸ்தோத்தரிக்கிறோம் ஆண்டவரே. அப்பா அப்பா, இத்துணை பாக்கிய தேசத்தில் எங்களையும் ஏற்றுக்கொண்டீரே. இத்துணை பாக்கிய தேசத்தில் எங்களையும் சேர்த்து கொண்டீரே ஆண்டவரே. மக்கு நன்றி செலுத்துகிறோப்பா. மக்கு நன்றி ஆண்டவரே. பிரைஸ்லார்ட். மக்கு நன்றி 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 ஆண்டவரே. நன்றி ஆண்டவரே. கர்த்தாவே உமக்கு ஸ்தோத்திரம். ஆண்டவரே உமக்கு ஸ்தோத்திரம். மது வார்த்தைகளை நாங்கள் எடுத்துக்கொண்டு செல்லும்போது நாங்கள் கூறும் மக்கள் ஏற்றுக்கொள்ளும்படியாய் ஜெபிக்கிறோம். ஆண்டவரே உமக்கு நன்றி 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 நன்றி. உமக்கு நன்றி உமக்கு நன்றி நன்றி. கோடி கோடி நன்றி கோடி கோடி நன்றி. நீர் போதுமானவர். உமக்கு நன்றி. நீர் எங்களுக்கு போதும் ஆண்டவரே. நீர் எங்களுக்கு போதும் ஆண்டவரே. பிரைஸ் தி லார்ட். நன்றி நன்றி நன்றி. உமக்கு நன்றி. எல்லாம் வல்ல ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்தில் ஜெபிக்கிறோம். ஜெபம் கேளும் நல்ல பிதாவே. என் ஆத்மாவே கர்த்தரை ஸ்தோத்திரே. என் முழுள்ளமே அவருடைய பரிசு நாமத்தை ஸ்தோத்திரே. என் ஆத்மாவே கர்த்தரை ஸ்தோத்திரே. அவர் செய்த சகல நன்மையும் ஒருபோதும் மறவாதே. ஆமென். ஹல்லேலூயா ஹல்லேலூயா ஹல்லேலூயா. நன்றி நன்றி நன்றி. உமக்கு நன்றி ஆண்டவரே. நன்றி.